രാഹുലേ, നല്ല വെളിച്ചെണ്ണ ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ച് അതിങ്ങനെ തിളച്ചു വരുമ്പോൾ കുറച്ച് ഉലുവയും കുറച്ച് കടുകും കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ച് അതിലിച്ചിരി ഇഞ്ചി കൊത്തിരിഞ്ഞതും വെളുത്തുള്ളിയും സവാളയും കൊച്ചുള്ളിയും ഒക്കെ കൂടിട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് നല്ല പന്നിയിറച്ചി ഇങ്ങനെ ഞുറുക്കായിട്ടിട്ട് വഴറ്റിയെടുക്കുന്നതിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതൊരു കാട്ടുപന്നിയുടെ ഇറച്ചിയാണെങ്കിലും അടിപൊളിയായിരിക്കും. ഈ മലയോര സന്ദേശ യാത്രയോ അങ്ങനൊരു യാത്ര നടക്കുന്നുണ്ട് UDF-ന്റെ. അതിൽ ബഹുമാനായ MLA സണ്ണി ജോസഫ്, കോൺഗ്രസിന്റെ MLA സണ്ണി ജോസഫ് പ്രസംഗിച്ചതാണ്. ഇപ്പോൾ ഈ കാട്ടുപന്നിയൊക്കെ വെടിവെച്ച് വന്നു കഴിഞ്ഞാൽ മണ്ണെണ്ണ ഒഴിച്ചിട്ട് കുഴിച്ചിടണമെന്നാണ്. ഒരു കൊലപാതകം നടക്കുന്നതിനേക്കാൾ വലിയ പ്രൊസീജിയേഴ്സാണ് ഈ ഒരു കാട്ടുപന്നിയെ വെടിവെച്ചാൽ അതിനെ അടക്കം ചെയ്യുന്നതിനൊക്കെ വേണ്ടി വേണ്ടുന്നത്. UDF അധികാരത്തിലെത്തിയാൽ മണ്ണെണ്ണ ഒഴിച്ച് കാട്ടുപന്നിയെ കുഴിച്ചിടുന്നതിന് പകരം നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കറി വെക്കാനുള്ള നിയമം കൊണ്ടുവരുമെന്നാണ് സണ്ണി ജോസഫ് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തയ്യാറാണോ? നല്ല കറി വെച്ചത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, കേരളത്തിൽ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് ഈ കാട്ടുപന്നികൾ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കാട്ടാന ശല്യം, ഈ വന്യമൃഗങ്ങളെ കൊണ്ട് കടുവ ഈ വന്യമൃഗങ്ങളെ കൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകും. മാനെ, മയില്, കടുവ, കുരങ്ങ്, പുലി, ആന, ഇതൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, പെരുമ്പാമ്പ് എല്ലാം ഉണ്ട്. പക്ഷെ ഇതിനകത്തെല്ലാം ഒരു ഭേദഗതി വരുത്തണം നിയമങ്ങളിൽ. കാരണം കാട്ടുപന്നിയൊക്കെ ജനങ്ങൾക്ക് അത്രത്തോളം ദോഷം ചെയ്യുന്നുണ്ട്. അതെ, ഈ മൃഗങ്ങളെയൊക്കെ സംരക്ഷിക്കാൻ നിയമം ഉണ്ട് നാട്ടില്. പ്രത്യേകിച്ച് ഇവയൊക്കെ കൊന്നാൽ കേസ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കാട്ടിൽ കയറി ഇവയൊക്കെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കാട് വിട്ട് ഇതെല്ലാം നാട്ടിൽ ഇറങ്ങിയിരിക്കാം. നമുക്ക് ഇപ്പോൾ എൻ്റെ സ്ഥലത്തിനടുത്ത് വനപ്രദേശം എന്ന് പറഞ്ഞാൽ കുറേ ദൂരെയാണ്, തെമ്മല ആ ഭാഗത്തോട്ടൊക്കെ പോകും. പക്ഷേ മലയും കാടും ഒക്കെ ഉള്ള ഇപ്പൊ നമ്മുടെയൊക്കെ വീടിന്റെ അടുത്ത് വരെ കുരങ്ങിന്റെ ശല്യം എത്തിക്കഴിഞ്ഞു. മയില് നിത്യ കാഴ്ചയായി മാറിക്കഴിഞ്ഞു. മയില് വീട്ടിനകത്തൊക്കെ കയറി വരുന്നു എന്നാണ് അപ്പൊ അമ്മ പറയുന്നത്. ഇനി അങ്ങോട്ട് വരാൻ ഈ പുലിയും കടുവയൊന്നും നമ്മുടെ നാട്ടിലോട്ട് വരത്തില്ല എന്ന് വിചാരിച്ചെടുത്താണ് പത്തനാപുരത്ത് പുലി ഇറങ്ങിയ വാർത്തയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പത്തനാപുരം എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് 10-15 കിലോമീറ്റർ അപ്പുറത്താണ്. ഞങ്ങളുടെ അവിടെയൊക്കെ കുരങ്ങിന് ഭയങ്കര ശല്യമാണ്. ഈ കുരങ്ങിനെ ഇവര് കൂട് വെച്ച് കഴിഞ്ഞാലും 1-2 കുരങ്ങിനാണ് കൊണ്ടുപോകുന്നത്. വരുന്ന കുരങ്ങോ 100-120 കുരങ്ങുകളാണ്. പിന്നെ കാട്ടുപന്നി, നമ്മുടെയൊക്കെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് വാഴയും കപ്പയുമാണ്. കാട്ടുപന്നിയുടെ ശല്യം കാരണം ഇതൊന്നും കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ഈ പറയപ്പെടുന്ന പോലെ മുള്ളം പന്നി വേറെ, അങ്ങനെ കേട്ടിട്ടില്ലാത്ത മൃഗങ്ങൾ ഒരുപാടുണ്ട്. ഇവയൊക്കെ പെറ്റ് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെയൊക്കെ തൊട്ടാൽ നിയമം മാറും, അകത്താകും എന്നുള്ളതുകൊണ്ട് ആരും തൊടുന്നില്ല. ഈ കാട്ടി വളരുന്ന മൃഗങ്ങൾക്കൊക്കെ പൊതുവെ വലിയ രുചിയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്കറിയത്തില്ല, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവയെ വേട്ടയാടാനുള്ളൊരു സാഹചര്യം അത് ഒരു പ്രത്യേക സമയത്ത് അല്ലെങ്കിൽ കാട്ടിന്റെ അതിർത്തി വിട്ട് പുറത്തു വരുന്ന മൃഗങ്ങളെ വേട്ടയാടി പിടിക്കാനുള്ള ഒരു നിയമം കൊണ്ടുവരുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും എന്നാണ്. ഭക്ഷ്യോഗ്യമായതിനെ അതിനെ കറി വെച്ച് തിന്നോട്ടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് സർക്കാരിന് ചെലവ് വരുന്നില്ല. ഉപദ്രവിക്കാൻ വരുന്നതിനല്ലേ കൊല്ലുന്നുള്ളൂ. ഇപ്പൊ നോക്കൂ, കൃഷിയിടത്തിൽ വൈദ്യുതി വേലി കെട്ടിയിട്ട് അനുമതിയില്ലാത്തൊരു വൈദ്യുതി വേലി കെട്ടിയെന്നിരിക്കട്ടെ, അതിലേതെങ്കിലും വന്യമൃഗം വന്ന് തൊട്ട് ചത്തുപോയാൽ വലിയ ശിക്ഷയാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ മൃഗങ്ങൾക്ക് നാട്ടിൽ ഇറങ്ങിയിട്ട് മനുഷ്യനെ കൊല്ലുന്നതിന് ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ്. ഇത് ബഹുമാനായ മന്ത്രി കേളു പറഞ്ഞതുപോലെ കടുവയെ വിളിച്ച് ചോദിച്ചപ്പോൾ കടുവ കേൾക്കാതെ ഓട്ടത്തിലാണ്. വെടിവെക്കാൻ നിന്ന് കൊടുക്കുന്നില്ല. അത് കടുവക്ക് ഭയങ്കര അഹങ്കാരമാണെന്ന് ഈ വന്ന കാലത്ത്. വെടിവെച്ച് കൊടുക്കാതെ ഓടുകയല്ലേ കടുവ. ഒരു മന്ത്രിയൊക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ കടുവ നിന്ന് കൊടുക്കണ്ടേ? അപ്പൊ അവിടെയാണ് ഇവിടെ സീരിയസ്ലി ഈ ഒരു വിഷയം മാറണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ അധികാരത്തിലിരിക്കുന്ന ഒരുത്തന്റെ കുടുംബത്തിൽ ഒരുത്തനെ പുലിയോ കടുവയോ ആനയെ പിടിക്കണം എന്നുള്ളത് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ ഇതൊന്നും മാറാൻ പോകുന്നില്ല. ഇതിന് ഇപ്പം സണ്ണി ജോസഫിന്റെ ഈ പ്രസംഗത്തോട് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് വരുന്നത്. കേരളവും കേന്ദ്രവും ഒരേ സമയം UDF ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും രാഷ്ട്രീയം പറയുമല്ല, ഇത് ചെയ്യാത്ത കാര്യമാണോ ഇപ്പൊ ചെയ്യുമെന്ന് ഇവർ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. 9 വർഷം കൊണ്ട് ഭരണത്തിലില്ലാത്തവർ ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് അത്ര വലിയ ശല്യങ്ങളൊന്നുമില്ലായിരുന്നു. പണ്ട് K. സുധാകരൻ വനംവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ഈ വനാതിർത്തിയോട് ചേർന്നുള്ള ഭാഗങ്ങളിലൊക്കെ വലിയ വേലിയും കുഴികളും ഒക്കെ കുഴിച്ചിരുന്നു. ബണ്ടുകൾ കുഴിച്ചു വെച്ചു. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൃഗങ്ങളൊന്നും വന്ന് ഇക്കര കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ വനപ്രദേശത്തിനുള്ളിൽ ഇപ്പൊ തമിഴ്നാടൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വനത്തിനുള്ളിൽ കൃത്രിമ തടാകങ്ങൾ സൃഷ്ടിച്ച് അവിടെ കൊണ്ടുവന്ന് വെള്ളം ഫില്ല് ചെയ്യണം. പണ്ട് KP ഗണേഷ് കുമാർ വനമന്ത്രി ആയിരുന്ന സമയത്ത് UDF-ന്റെ സർക്കാരിന്റെ കാലത്ത് കുറെ തടയണകളും ഇത്തരത്തിൽ ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതായിട്ട് കുറെ പദ്ധതികൾ വനത്തിനുള്ളിൽ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വലിയ വനമേഖലയിൽ അവിടെ ഇവിടെയുമൊക്കെ ആയിട്ട് നിലവിലുള്ള കുളങ്ങളെ വൃത്തിയാക്കി അവിടെ വെള്ളം കിട്ടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഈ കൃത്രിമ തടാകങ്ങൾ ഉണ്ടാക്കിയാലും വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടുന്നത് ടാങ്കുകളൊന്നും പറഞ്ഞായിട്ട് അടിക്കേണ്ടി വരത്തില്ല. ദൈവം സഹായിച്ച അവിടെ ആവശ്യത്തിന് ജലസ്രോതസ്സുകളുണ്ട്. ഈ ജലസ്രോതസ്സുകളെ കൃത്യമായി സംരക്ഷിച്ചാൽ മൊട്ടക്കുന്നുകളും പുൽമേടുകളും
വെച്ച് പിടിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയാൽ, പുൽമേടുകൾ വെച്ച് പിടിപ്പിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. പുല്ല് നല്ല തീറ്റപ്പുല്ല് കിട്ടുന്ന രീതിയിലുള്ള വിത്തുകൾ കൊണ്ടുവന്ന് പാവിയാൽ, അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ പുല്ല് കിളിക്കുന്നതനുസരിച്ച് മാനും മുയലും പോലെയൊക്കെയുള്ള ചെറിയ 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 മൃഗങ്ങൾ അവിടെ തീറ്റയുടെ എത്തും, അവയ്ക്ക് തീറ്റയാവും. ഇത് കൂടാതെ ഇവയെ വേട്ടയാടി ജീവിക്കുന്ന മൃഗങ്ങൾ അവിടെ എത്തി കാട്ടുപോത്തോ പോത്തോ എന്താണെന്ന് വെച്ചാൽ ഇവയെ വേട്ടയാടി അതിന്റെ ഭക്ഷണമാക്കും. കുരങ്ങന്മാരൊന്നും നാട്ടിലോട്ട് ഇറങ്ങുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ആഹാരമാണ്. അവർക്ക് കൂട്ടമായി കഴിക്കാനുള്ള കുരങ്ങന്മാരെന്നല്ല എല്ലാ വന്യജീവികളുടെയും പ്രധാന പ്രശ്നം ആഹാരമാണ്. അതെ, അതിനുള്ള ഒരു സോഴ്സ് ഇന്ന് കാട്ടിൽ ഇല്ലാതായി വരുന്നുണ്ട്. അത് വലിയൊരു വിഷയം. ഉറപ്പായിട്ടും ഈ നോക്കൂ, ഒരു കാലത്ത് വനത്തിലൊക്കെ യൂക്കാലിപ്റ്റസും തേക്കും വെച്ച് പിടിപ്പിച്ചു. ഈ തേക്കിനകത്തുനിന്ന് യൂക്കാലിപ്റ്റസിൽ നിന്ന് എന്താണ് ഇവർക്ക് തിന്നാനുള്ള ഒന്നുമില്ല. മുളങ്കാടുകളുള്ള പ്രദേശങ്ങളാണെങ്കിൽ ആന പുറത്തിറങ്ങത്തില്ല, അവ അതിനകത്ത് മടഞ്ഞ് മേഞ്ഞങ്ങ് നടന്നോളൂ. ഈ അരിക്കൊമ്പനെ പിടിച്ച സമയത്ത് അരിക്കൊമ്പൻ വിഷയമൊക്കെ വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്നാറിന്റെ അധിനിവേശ മേഖലകളിലേക്കൊക്കെ അനാവശ്യമായി സർക്കാർ തലത്തിൽ തന്നെ സെറ്റിൽമെന്റ് കോളനി ഉണ്ടാക്കിയ ആളുകളെ കൊണ്ടുപോയി പുനരധിപ്പിച്ചു ആനത്താരകളിലും മറ്റും. അവിടെ ടൂറിസത്തിന് വലിയ സാധ്യതകളുള്ള സ്ഥലങ്ങളായതുകൊണ്ട് ആനത്താരങ്ങളെല്ലാം കെട്ടിയടച്ച റിസോർട്ടുകൾ പെടുന്നു. അവിടെയൊക്കെ പല രീതിയിലുള്ള കയ്യേറ്റങ്ങളുണ്ടായി. ഹെക്ടർ കണക്കിന് സ്ഥലങ്ങളാണ് പല സ്വകാര്യ മാഫിയകളും കെട്ടിയടച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആനയും ബാക്കി മൃഗങ്ങളും അവരുടെ അവരുടെ വഴി തടഞ്ഞു നിർത്തി കെട്ടിടം പണിത് കഴിഞ്ഞാൽ അവരെ ഏത് വഴി പോകും? അവരുടെ സ്വാഭാവികമായ മേഖലയിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. പക്ഷേ ഈ പറയപ്പെടുന്ന വയനാടിന്റെ മേഖലകളിലും കൊല്ലത്തിന്റെ മേഖലകളിലും ഒക്കെ നിലമ്പൂരിലും ഒക്കെ സംഭവിക്കുന്നത് അത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ അവിടെ ഇപ്പൊ ഈ അരിക്കൊമ്പൻ വിഷയത്തിൽ അരിക്കൊമ്പനെ പിടിച്ച സമയത്ത് ഞാൻ അവിടെ പോയ ഒരാളാണ്. അരിക്കൊമ്പനെയൊക്കെ പിടിച്ചോണ്ട് പോയതിനു ശേഷം നമ്മൾ കണ്ടതാണ് ഈ പറയപ്പെടുന്ന തടാകത്തിന്റെ സൈഡിൽ ആനയൊക്കെ വന്ന് മേഞ്ഞിട്ട് തടാകത്തിന് ഇപ്പുറത്തേക്ക് ഇറങ്ങുന്നത്. അവരുടെ തടാകത്തിൽ നിന്ന് വെള്ളവും കുടിച്ച് ആ മുളങ്കാട്ടിലൊക്കെ തിരിഞ്ഞ് പോവാണ്. അവിടെ ഇപ്പോഴും ചക്കക്കൊമ്പനും മുറിവാലിനും ഒക്കെ എന്തെങ്കിലും വാർത്തകൾ കേൾക്കുന്നുണ്ടോ? അവരുടേതായ ഒരു പ്രശ്നങ്ങളും കേൾക്കുന്നില്ല. അപ്പൊ ഇവയെ അവിടെ നിന്ന് അകറ്റുക എന്നുള്ളത് മനുഷ്യന്റെ ആവശ്യമായിരുന്നു ആ സ്ഥലങ്ങളിൽ. അല്ല, മുഴുവനായി ഇവർ ഉപദ്രവകാരികളല്ല എന്നല്ല ഞാൻ പറയുന്നത്. അവിടെ വന്യമൃഗങ്ങൾ കടന്നു വരുന്ന വഴിയിൽ ബിയർ കുപ്പിക്കെറിയുക, ടയർ കത്തിച്ചെറിയുക, ഇങ്ങനെയുള്ള കുറെ സംവിധാനമുണ്ട്. അവരെ പ്രൊവോക്ക് ചെയ്യുമായിരുന്നു. ഇത് പ്രൊവോക്ക് ചെയ്തിട്ടൊന്നും അല്ലെന്ന് കടുവയും പുലിയൊക്കെ പുറത്താണ്. ഇപ്പോൾ ഇത് വലിയ രീതിയിൽ പെറ്റുപെരുക. പണ്ടൊക്കെ ശബരിമല കാട്ടിൽ പോകുമ്പോൾ ആനയെ കാണൽ വളരെ അപൂർവമായിരുന്നു. നമ്മളൊക്കെ അച്ചൻകോവിൽ കാട്ടിലൊക്കെ പോകാറുണ്ടായിരുന്നു. ഇവർ ഈ പത്തനാപുരത്ത് പുലി ഇറങ്ങി എന്ന് പറയുന്ന മേഖലകളിലൊക്കെ പണ്ട് നമ്മൾ പോയിട്ട് കാട്ടിലൂടെ ഡ്രൈവ് പോയിട്ട് തിരിച്ചു വന്ന് കിടന്ന് ഉറങ്ങിയിട്ടുള്ള സ്ഥലങ്ങളാണ്. കറവൂര് എന്ന് പറയുന്ന സ്ഥലമൊക്കെ അവിടെ നല്ല കൊച്ചു കൊച്ചു ഹോട്ടലുണ്ട്. അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വന്നിട്ട് നടത്തിക്കൊണ്ട സ്ഥലങ്ങളിലാണ് ഇപ്പൊ ഈ പുലിയും കടുവയും മാനും മയിലൊക്കെ കൂടെ കയറി അവരാധിച്ചുകൊണ്ടിരിക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ സ്വാഭാവികമായിട്ടും സണ്ണി ജോസഫിന്റെ ഈ പ്രസംഗം കുറച്ച് പേർക്ക് കൊള്ളും. അതിനകത്ത് മതമൊക്കെ കലർത്തുന്നുണ്ട്. UDF മുസ്ലിം ലീഗിലെ പിന്നെ പന്നിയെ കറി വെച്ച് തിന്നാൻ പോകുന്നൊക്കെ അതൊക്കെ പറയുന്നവർ പറഞ്ഞോട്ടെ. സോഷ്യൽ മീഡിയയാണ് പലതും പറയും. അപ്പോൾ വന്യജീവി ശല്യം കാരണം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യമാണ്. അതായത് കൃത്യമായൊരു പരിഹാരം, നിയമ ഭേദഗതി ഉണ്ടാവണം. ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ താമസിയാതെ ഇതൊക്കെ കൂടെ ഇറങ്ങി മനുഷ്യനെ കടിച്ചു കയറി അടുത്ത മരണങ്ങൾ വീണ്ടും കാണാം. സ്വാഭാവികമായിട്ട് പണ്ടൊരു ആനിമേഷൻ മൂവി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനം. അതിൻ്റെ ഒരു കഥയായിരുന്നു ഇത്. കാട്ടിൽ നിന്ന് ഈ ചെറിയ ചീവിട് മുതൽ ആന വരെയുള്ള ജീവികൾ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യന്റെ അനിമേഷൻ ആണല്ലോ, എന്തും ചെയ്യാലോ, ക്രിയേറ്റിവിറ്റിക്ക് അതിരുകളില്ല. മനുഷ്യനെ അടിച്ചോടിച്ച് നാട് ഭരിക്കുന്ന അതുമായി ബന്ധപ്പെട്ടൊരു കഥയായിരുന്നു. അത്തരൊരു സാഹചര്യത്തിലേക്ക് റിയൽ ലൈഫിലേക്ക് ഇത് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്.